ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ വീണ്ടും ഒരു ഫുൾ വ്ളോഗുമായിട്ട് ഞാൻ വന്നേക്കാണ്. ഇന്നൊരു റിവ്യൂ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. റിവ്യൂ ആൻഡ് അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റില്ല, റിവ്യൂ ആണ്. അഗാരോയുടെ ഹെയർ സ്ട്രൈറ്റനിങ് ബ്രഷാണ്. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് അഗാരോയുടെ ഈ ഒരു സ്ട്രൈറ്റനിങ് ബ്രഷ്. ഇതിന് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് വാങ്ങാൻ കാര്യം 2 in 1 ആണ്. അത് നമുക്ക് ഹെയർ സ്ട്രെയിറ്റ്നറായിട്ടും ഹെയർ ഡ്രയറും കൂടെ ഒരു പ്രോഡക്റ്റിൽ തന്നെ കിട്ടും എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ആദ്യം നോക്കാം. ഇതിൻ്റെ ഒപ്പം നമുക്കൊരു ഗ്ലോ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹീറ്റ് കയ്യിൽ, അതായത് നമ്മൾ ഈ ഹെയർ സ്ട്രാൻഡ്സ് പിടിക്കുമ്പം ഓൾറെഡി ചൂടുള്ള മുടിയിൽ പിടിക്കുമ്പോൾ കൈ ചൂടടിക്കാതിരിക്കാൻ അത് ഭയങ്കര ബെനിഫിറ്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു പിന്നെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചെറിയ പിന്നാണ്, 2 പിന്നായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ലൂസായി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റിങ്സ് മാക്സിമം 230 വരെയാണ് ടെമ്പറേച്ചർ ഉള്ളത്. അപ്പം ടെമ്പറേച്ചർ കൺട്രോൾ ബട്ടൺസ് ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ടെക്സ്ചറിന് അനുസരിച്ചിട്ടും തിക്നെസ് അനുസരിച്ചിട്ടും നമുക്ക് ഹീറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 210 ആണെന്നുണ്ടെങ്കിൽ അത് ഒരു ഇത്ര സെക്കൻഡ് കൊണ്ട് ആ ഒരു ടെമ്പറേച്ചറിലേക്ക് ഫിക്സ് ആവും. അങ്ങനെയൊക്കെയാണ്, നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ 2 ഹെയർ ക്ലിപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെക്ഷനായിട്ട് എടുത്തിട്ട് നമുക്കിത് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് ചെയ്യുന്നത് പോലെ ചെറിയ ചെറിയ സെക്ഷൻസ് ആക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഒരു മാക്സിമം 4 അല്ലെങ്കിൽ 2 സെക്ഷനൊക്കെ ആക്കിയാൽ മതി. ഡിപ്പെൻസ് നിങ്ങളുടെ ഹെയറിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട്. ഇത് മാക്സിമം തിക്നെസ്സിൽ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നല്ല വെറ്റ് ഹെയർ ആയിരിക്കണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഡ്രിപ്പിംഗ് വെറ്റ് ആവണമെന്നില്ല. ഒരു 50% ഡ്രൈ ആയാൽ മതി മുടി. എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ബാക്കി ഡ്രൈ ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ പതിയെ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, അതിനെക്കാട്ടിയും ഈസിയാണ്, നമുക്ക് കൈ വേദന എടുക്കത്തില്ല. ഇത് ജസ്റ്റ് ഒരു കോമ്പ് യൂസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ എടുത്താൽ മതി. ഒരു 10 to 15 മിനിറ്റ്സ്. അത് നിങ്ങൾക്കിപ്പോൾ നോർമൽ ചെറിയ ഹെയർ ആണ്, അതായത് ഒരു ഷോൾഡർ ലെങ്ത് ഹെയർ ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ പെട്ടെന്നാവും. അതുപോലെ തിക്നെസ് നോർമൽ തിക്നെസ്സേ ഉള്ളൂ, ഒരുപാട് കട്ടിയുള്ള മുടിയൊന്നും അല്ലാന്നുണ്ടെങ്കിൽ അത്ര പോലും സമയം എടുക്കത്തില്ല. പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് റെഡിയായി പോകുമ്പോൾ നമ്മുടെ മുടിയും കൂടെ സെറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഈസി ഹെയർ ടൂളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ്. ഒരുപാട് ബ്രാൻഡുകളുണ്ട്, ഫിലിപ്സിൻ്റെതൊക്കെ വരുന്നുണ്ട്. പിന്നെ കമ്പാരിറ്റീവ്ലി ഇതിനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ റേറ്റ് കുറച്ചുകൂടെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് ഏതാണോ അത് നോക്കിയിട്ട് വാങ്ങിയാൽ മതി. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാ സൈറ്റുകളിലും ഉണ്ട്. അപ്പം ഞാനങ്ങനെ സെക്ഷൻ ബൈ സെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. പിന്നെ ഹെയർ പ്രൊട്ടക്ഷൻ ക്രീം അല്ലെങ്കിൽ സ്പ്രേ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. ഓൾറെഡി ഇതിൻ്റെ ബ്രസിൽസിനകത്ത് നമുക്ക് ചൂടധികം ഡയറക്റ്റ് അടിക്കത്തില്ല. മുടിയിലാണെങ്കിലും സ്കാൽപ്പൊന്നും പൊള്ളത്തില്ല. നമുക്ക് അതുകൊണ്ട് തന്നെ സ്കാൽപ്പിൽ നിന്ന് തന്നെ നമുക്കിങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് തലയിൽ ചൂടാവോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ജസ്റ്റ് മുടിയിൽ മാത്രമേ ആ ഒരു ഹീറ്റ് കിട്ടത്തുള്ളൂ. അത് എന്ത് ടെക്നിക്കാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം അതാണ് ഈ ഒരു അഗാരോയുടെ ഈ ഒരു ഹെയർ സ്ട്രൈറ്റനിങ് ബ്രഷിനെ പറ്റി പറയാനുള്ളത്. അപ്പം ഇത് ഞാൻ പകുതി സൈഡ് ചെയ്തിരിക്കുന്നതാണ് ഇത് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. നമ്മളിത് എപ്പോഴും ചെയ്യുമ്പോൾ ഒരു വെറ്റ് ഹെയറിൽ ഡ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിൻ്റെ ഞാൻ ഫുള്ള് ഈ ഒരു സൈഡും കൂടെ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഹലോ, അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ള ലുക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സംഭവം അടിപൊളിയാട്ടോ. ഇത് ഞാൻ ഹോണസ്റ്റായിട്ടാണ് പറയുന്നത്. ഇത് ഞാൻ പെയ്ഡായിട്ട് ചെയ്യുന്നതല്ല, എൻ്റെ സ്വന്തം കാശ് മുടക്കിയിട്ട് വാങ്ങിയ പ്രോഡക്റ്റാണ്. ഞാൻ ഒത്തിരി റിവ്യൂസ് കണ്ടിട്ടാണ്, ഒരുപാട് കമ്പാരിസൺ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇത് വാങ്ങാൻ തീരുമാനിച്ചതിൻ്റെ കാരണം വേറൊന്നുമല്ല. ഞാൻ ഹെയർ സ്മൂത്തൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1 year ആയി. അപ്പം ഈ റൂട്ടിൽ നിന്നൊക്കെ മുടി വളർന്നു തുടങ്ങി. അതായത് ഇവിടം ഏകദേശം ഇത്രയും പോർഷൻ ചുരുണ്ടിട്ടും താഴോട്ട് സ്ട്രെയിറ്റുമായിട്ടും ഒരു വല്ലാത്ത ലുക്കിലായിരുന്നു. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന സ്ട്രെയിറ്റ്നേഴ്സ് നോർമൽ ഫ്ലാറ്റ് സ്ട്രെയിറ്റ്നേഴ്സാണ് ഇരിക്കുന്നത്. അത് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ വേഗയുടേതും പിന്നെ ഫിലിപ്സിൻ്റെ 2 സ്ട്രെയിറ്റ്നറാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് എത്ര സമയം പിടിച്ചാലും അത് സ്ട്രെയിറ്റ് ആവത്തില്ല. ഫിലിപ്സിൻ്റെത് പണ്ട് ഒരു 10 years ബാക്ക് എൻ്റെ ഒരു കസിൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടനത് ദുബായിൽ നിന്ന് എനിക്ക് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അന്നത്തെ അതായത് ഹീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള അതിൻ്റെ മോഡലും അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. 10 years ബാക്ക് ഫിലിപ്സ് ഇറക്കിയതായിരുന്നത്.
അത് ഇപ്പം ഒരു 2-3 മാസം മുന്നേ വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അത് ചീത്തയായി. പക്ഷെ 10 വർഷം അത് ഞാൻ യൂസ് ചെയ്തിരുന്നു. മുടിക്ക് പറഞ്ഞ പോലെ ഭയങ്കര ഷൈനിങ്ങും ഭയങ്കര നല്ലൊരു സാധനം, ലോങ് ലാസ്റ്റിംഗ് ആണ്. സ്ട്രെയിറ്റ് ചെയ്താൽ തന്നെ പിറ്റേ ദിവസം വരെ അത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അടിപൊളി സാധനമായിരുന്നു. അപ്പോൾ അത് ചീത്തയായപ്പോഴത്തേക്കും ഞാൻ രണ്ടാമത് റീപർച്ചേസ് ചെയ്യാനായിട്ട് സെയിം മോഡൽ നോക്കിയപ്പം അത് കാണാനില്ല. അങ്ങനെ ഞാൻ പിന്നെ നോർമലി ഉള്ള ഒരു സ്ട്രൈറ്റ്നർ ഫിലിപ്സിൻ്റെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അതിൻ്റെ ഇതായിട്ടല്ല കാണിക്കുന്നത്, ഇതിന് വേണ്ടിയിട്ടാണ് സംസാരിച്ച് തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഫിലിപ്സിന് വെറുതെ ഒരു ഇത് കൊടുക്കണ്ടെന്ന് ഇരുത്തിട്ട് ഞാൻ പ്രോഡക്റ്റ് കാണിക്കുന്നില്ല. അപ്പം അതും അതുപോലെ തന്നെ വേഗയുടെ ഒരു സ്ട്രൈറ്റ്നർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അധികം റേറ്റിലൊരു 2000 റേഞ്ചിലുള്ള, 2000 ബിലോ റേഞ്ചിൽ, 1000-2000 ആ ഒരു ബിറ്റ്വീൻ റേഞ്ചിലുള്ളതായിരുന്നു ഞാൻ വാങ്ങിയത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു 1 അവർ അത് നിൽക്കത്തുള്ളൂ. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് മുകൾ പോർഷൻ നോർമൽ ഹെയർ ആണ്, അത്യാവശ്യം ഫ്രിസി ഹെയർ ആണ് എൻ്റെ. അത് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും മുടി വീണ്ടും ഇവിടെയെല്ലാം ഇങ്ങനെ പന്തം പോലെ നിൽക്കും, ബാക്കിയെല്ലാം താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഭയങ്കര ബോറാണ്. ഇപ്പം അടിമുടി ഒരേ ഒരു ടെക്സ്ചറുള്ള ഹെയർ ആണെങ്കിൽ കുഴപ്പമില്ല, ആ വൃത്തികേടില്ല. പക്ഷെ ഇങ്ങനെ ഒരുവിധം ഹെയർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ റീഗ്രോത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുടിയുടെ ലുക്ക് വേറൊരു വല്ലാത്ത തരത്തിലാണ്. ഞാൻ ഇനിയിപ്പോൾ എന്തായാലും രണ്ടാമത് സ്മൂത്തൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബാക്ക് ടു നോർമൽ നാച്ചുറൽ ഹെയറിലേക്ക് പോകണം, എന്നാൽ എനിക്ക് അത്യാവശ്യം സ്റ്റൈൽ ചെയ്ത് പോകാനും പറ്റണം. വീഡിയോ ഒത്തിരി ലെങ്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സ്പീഡ് ഒരു 1.5 ഇട്ടിട്ട് കേൾക്കാം. ഒരുപാട് കഥ പറയാനുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ ഇപ്പോൾ ഹെയർ കെയർ റിലേറ്റഡും ഹെയർ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എങ്കിലും ഇത് കേൾക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. യൂഷ്വലി ഞാൻ ഷോർട്സ് ആണ് ഇടുന്നത്, പക്ഷെ കുറേ നാളായി ഇതുപോലൊരു ലെങ്തി വീഡിയോ ചെയ്തിട്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ അറിയാം, ഇത് എനിക്ക് എൻ്റെ അമ്മ തന്നെയാണ് മുടി വെട്ടി തരുന്നത് കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് മുടി വെട്ടിയേക്കാണ്. ഏകദേശം ഒരു ഇത്രയും നീളത്തിന് മുടി ഇപ്പോൾ മുറിച്ച് കഴിഞ്ഞു, കാരണം തുമ്പൊക്കെ വല്ലാതെ ആയപ്പോഴത്തേക്കും വെട്ടിയതാണ്. ഇപ്പം അത്യാവശ്യം മുടി കുഴപ്പമില്ലാതെ പോകുന്നു. ബട്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്ന് പുറത്തേക്ക് സ്റ്റൈൽ ചെയ്ത് ഇറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന 2 സ്ട്രൈറ്റ്നേഴ്സും എനിക്ക് പണി തന്നു. കാരണം അത് ടെമ്പറേച്ചർ എനിക്കിപ്പം അതിന് നമുക്ക് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലല്ല രണ്ടും. അതാണ് രണ്ടാമത് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക്. നമ്മൾ ഏതൊരു പ്രോഡക്റ്റും ഹെയർ ടൂൾസ് വാങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇതുപോലെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഉണ്ടായിരിക്കണം കേട്ടോ. ഇതിൻ്റെ മാക്സിമം ഹീറ്റ് എന്ന് പറയുന്നത് 230 വരെയാണ് ഇതിൻ്റെത്. അപ്പോൾ എൻ്റെ ഒരു ഹെയർ ടെക്സ്ചറിന് നേരത്തെ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിരുന്ന ഫിലിപ്സിൻ്റെതിലാണെങ്കിൽ ഞാൻ 230 മാക്സിമം ഹീറ്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. കാരണം ഓരോരുത്തർക്കും ഓരോ മുടി ഓരോ രീതിയിലായിരിക്കും. പെട്ടെന്ന് സ്ട്രെയിറ്റ് ആവുന്ന മുടി ഉണ്ടാവും. അത് ഡിപ്പെൻസ് നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ പോലെ ഇരിക്കും. ഇപ്പോൾ എനിക്ക് 230 വേണമെന്നുള്ളവർക്ക്, ചിലർക്ക് 150, ഒരു 160, 200 തന്നെ നോർമലി സ്ട്രെയിറ്റ് ആയി അത് ഹോൾഡിങ് പവർ ഉള്ളതായിരിക്കും അവരുടെ മുടി. പക്ഷെ എൻ്റെ ഒരു മുടിയുടെ ഒരു ടെക്സ്ചർ വെച്ചിട്ട് ഒരു 200-ലോ 210-ലോ ഒന്നും സ്ട്രെയിറ്റ് ആവത്തില്ല. അപ്പം അതുകൊണ്ടാണ് മാക്സിമം തന്നെ ഞാൻ ഇടുന്നത്. അപ്പോൾ ഈ എൻ്റെ കയ്യിലിരിക്കുന്ന 2 സ്ട്രൈറ്റ്നേഴ്സിനും ഈ 2 സാധനവും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരൊരു ഫിക്സഡ് ഒരു ഹീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ മിസ്റ്റേക്കാണ്, കമ്പനിയുടെ മിസ്റ്റേക്ക് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അപ്പം എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ. നിങ്ങളുടെ മുടിക്ക് ഇപ്പോൾ ഒരു കുറഞ്ഞ ഹീറ്റിൽ തന്നെ സ്ട്രെയിറ്റ് ആവുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ പ്രോഡക്റ്റ് വാങ്ങിയാൽ മതി. അതേസമയം എന്നെ പോലെ ഇങ്ങനത്തെ മുടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഹീറ്റിൽ ഇത് സ്ട്രെയിറ്റ് ആവൂ എന്നുള്ളവരാണെങ്കിൽ ഇതുപോലത്തെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സുകൾ വാങ്ങിക്കുക. ഈ അഗാരോയുടെ പോലത്തെ സെയിം പ്രോഡക്റ്റ് തന്നെ ഫിലിപ്സിനും ഉണ്ട് കേട്ടോ. അത് ഏകദേശം ഒരു 5000 റേഞ്ചിൽ വരും. ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഒരു 3000 ഞാൻ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഒരു 3000 റേഞ്ചിലാണ് ഇത് പ്രോഡക്റ്റ് ഉള്ളത്. പാക്കറ്റിനകത്ത് 5599 എന്നൊക്കെ എഴുതിയിരിക്കും, പക്ഷേ ആമസോണിൽ നമുക്കിത് 3000 റേഞ്ചിൽ കിട്ടും. ഇനി ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് ഞാൻ പറഞ്ഞുതരാം. പോസിറ്റീവാണ് കൂടുതലും ഉള്ളത്. പോസിറ്റീവ്, ഇത് നമുക്കൊരു കോമ്പ് പോലെ യൂസ് ചെയ്യാം. നമ്മളൊരു മുടിയൊക്കെ ചീകത്തില്ലേ, അതേപോലെ തന്നെ നമുക്ക് ചീകി പെട്ടെന്ന് റെഡി ആയിട്ട് പോകാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഒരു സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പാർട്സ് എടുത്തിട്ട്, ഹെയർ സ്ട്രാൻഡ്സ് എടുത്തിട്ട് വളരെ സാവധാനം ഇങ്ങനെ പിടിച്ച് പ്രസ് ചെയ്ത് ഇങ്ങനെ വലിച്ച് വലിച്ച് നീട്ടണം. അപ്പോൾ എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹെയറിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കൈയെത്തത്തില്ല. അപ്പോൾ അവിടെ ഒക്കെ നമുക്ക് വേറൊരാളുടെ ഹെൽപ്പ് വേണം. അതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിലും ഏകദേശം ഒരു 1/2-3/4 മണിക്കൂർ മിനിമം വേണ്ടി വരും ഫുൾ ലെങ്ത്തിൽ സ്ട്രെയിറ്റ് ചെയ്തെടുക്കാൻ
വേണ്ടിയിട്ട്. ചിലരൊക്കെ ഇങ്ങനെ ഫ്രണ്ട് സൈഡ് മാത്രം ഇട്ട് സ്ട്രെയിറ്റ് ചെയ്ത് പോകുന്നവരൊക്കെ ഉണ്ട്. ഞാൻ ഫുൾ ഹെയർ ചെയ്യുന്നവരുടെ കാര്യം പറയുന്നത്. അപ്പം ആ ഒരു നോർമൽ ഫ്ലാറ്റ് അയണിങ് സ്ട്രെയിറ്റ്നർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ വളരെ യൂസ്ഫുള്ളാണ്. കാരണം നമുക്കിത് ഇങ്ങനെ യൂസ് ചെയ്താൽ മതി. ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ കോംബ് ചെയ്ത് കഴിയുമ്പോഴേക്കും മുടി സ്ട്രെയിറ്റായി. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെയോ. എൻ്റെ മുടി ഫ്രണ്ട് സൈഡൊന്നും ഇങ്ങനെയല്ല. ഇവിടെയൊക്കെ നല്ല നോർമൽ വളഞ്ഞ നാച്ചുറൽ വേവി ഹെയർ ആണ് ഉണ്ടായിരുന്നത്, നല്ല ഫ്രിസി ആയിട്ട്. പക്ഷേ ഇതിപ്പം നല്ല ഒതുങ്ങി നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മളിത് എപ്പോഴും നമ്മൾ നനഞ്ഞ മുടിയിലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ അതൊരിക്കലും ഈ ഡ്രിപ്പിംഗ് ആയിട്ടുള്ള മുടി ഇങ്ങനെ വെള്ളം ഇറ്റിറ്റ് വീഴുന്ന ഈറിനോടെ വന്നിട്ട് ഇതടിച്ച് തലയിൽ പിടിക്കരുത്. നിങ്ങൾ എപ്പോഴും ഇത് ചെയ്യേണ്ടത്, നമ്മൾ അത്യാവശ്യം നിങ്ങളുടെ കയ്യിൽ നോർമൽ ഹെയർ ഡ്രയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ജസ്റ്റ് ഒരു പകുതി ഉണക്കൊക്കെ ആക്കുക. പകുതി ഉണക്കിയതിന് ശേഷം പകുതി കൂടുതലേക്കും ഉണക്കുക. എന്ന് വെച്ചാൽ വെള്ളം ഇറ്റ് വീഴരുത് മുടിയിൽ. അതിനെക്കാട്ടിയും എന്നാൽ ഒരുപാട് ഡ്രൈ ആവരുത്. ഈർപ്പം മുടിയിൽ ഉണ്ടായിരിക്കണം. മൊത്തത്തിൽ ഓവറോൾ ഒരു വെറ്റ് ഹെയർ ആയിരിക്കണം, എന്നാൽ ഡ്രിപ്പിംഗ് വെറ്റ് ആയിരിക്കരുത്. എന്നിട്ട് വേണം ഇത് വെട്ട് പിടിക്കാനായിട്ട്. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അടുത്ത പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഈ ബ്രിസിൽസ് കണ്ടോ, നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ തൊടാം. നമ്മളിപ്പം ഇങ്ങനെയൊക്കെ പിടിക്കും, നമ്മുടെ ചെവിയിലൊക്കെ പിടിക്കും, തട്ടും. പക്ഷേ നമ്മുടെ ചെവി പൊള്ളത്തില്ല. അതേസമയം നമ്മൾ ഫ്ലാറ്റ് അയൺ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെവിയൊക്കെ നല്ല കരിഞ്ഞു പോകും. പ്രത്യേകിച്ച് 230 ഡിഗ്രിയിലൊക്കെ ഇട്ടിട്ട് പിടിക്കുവാണെന്നുണ്ടെങ്കിൽ ചെവിയൊക്കെ ചുമന്ന് നിങ്ങൾ സ്വർഗം കാണും ചിലപ്പോൾ. അപ്പം ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതിനാണ് ഇവരിങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് പൊള്ളൽ വരാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയറിനും ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പം എല്ലാവരും യൂട്യൂബിലും മറ്റ് ചേച്ചിമാരൊക്കെ പറയുന്നതും റിവ്യൂസ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ പറഞ്ഞതും സെയിം തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൈ പൊള്ളാത്തത് കൊണ്ട് തന്നെ മുടിക്കും അധികം ഡാമേജ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഹീറ്റ് പ്രൊട്ടക്ഷൻ ക്രീമൊന്നും നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും വലിയ കുഴപ്പം വരത്തില്ല എന്നാണ് എൻ്റെയും ഒരു അനുമാനം. ഞാനിപ്പോൾ ചെയ്തപ്പോഴും ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നനച്ച് അങ്ങനെ തന്നെ അങ്ങ് യൂസ് ചെയ്യായിരുന്നു. അൺബോക്സ് ചെയ്തു, അപ്പോഴേ റിവ്യൂ ചെയ്യാൻ. ഇനി ഇതിൻ്റെ മറ്റൊരു പ്ലസ് സൈഡ് എന്ന് പറയുന്നത്, നമ്മുടെ മുടി ഒരുപാട് അങ്ങ് ഫ്ലാറ്റ് ആക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വലിയ വലിയ സെക്ഷൻസ് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മളൊരു നോർമലി ഒരു ഫ്ലാറ്റ് അയൺ വെച്ച് പിടിക്കുമ്പോഴത്തേക്കും മുടി ഒന്ന് പതിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഇപ്പം ഈ ഒരു സ്കാൽപ്പ് ഏരിയയിൽ നിന്ന് നമ്മൾ ചെയ്തു തുടങ്ങുമ്പം ഈ ഒരു അപ്പർ പോർഷനൊക്കെ നമുക്ക് ഇങ്ങനെ തലയിൽ ഒട്ടിയിരിക്കുന്നൊരു ഇത് വരും. അത്യാവശ്യം ഹെയറിന് തിക്നെസ് കുറഞ്ഞൊരു മീഡിയം ടു നോർമൽ തിക്നെസ് ഉള്ളവർക്കൊക്കെ അങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു വേവി ടെക്സ്ചർ അല്ലെങ്കിൽ ഒരു നാച്ചുറലി ഒരു സ്മൂത്ത് ആൻഡ് ടെക്സ്ചർ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, സോഫ്റ്റ് ഹെയർ ഒക്കെ ആണെങ്കിൽ ഫ്ലാറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ കുറച്ചും കൂടി വോള്യൂമൈസ് ആയിട്ട് ഇരിക്കും, കുറച്ചും കൂടെ ഇങ്ങനെ ബൗൺസി ആയിട്ടിരിക്കും, ഫ്ലാറ്റ് ആവത്തില്ല. അപ്പോൾ അതും ഒരു പ്ലസ് ആണ്. പിന്നെ അപ്പം ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള പ്ലസ് സൈഡ്. അതായത് നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും റെഡിയായി പോകണം, മുടി ഒന്ന് സെറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ പാർലറിൽ പോയി ബ്ലോ ഡ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഇങ്ങനത്തെ ടൂൾ വെച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വളച്ചിടാനൊന്നും പറ്റത്തില്ല കേട്ടോ. കാരണം മുടി ചിലപ്പോൾ കുരുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ എപ്പോഴും നിങ്ങളിത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഡീറ്റാങ്കിൾ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് താഴോട്ട് സ്മൂത്തായിട്ട് ഇറങ്ങി വരത്തില്ല. അപ്പോൾ മാക്സിമം വെറ്റ് ഹെയർ ആയിരിക്കുമ്പോഴും നിങ്ങൾ മുടി ചടയൊക്കെ കളഞ്ഞ് നല്ല നീറ്റാക്കി കോംബ് ചെയ്തതിന് ശേഷം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ടു യൂസ് ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഇതാവാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ ഇതെല്ലാം നല്ലത് തന്നെയാണ് കേട്ടോ. എനിക്കിതിപ്പോൾ ഞാൻ പെയ്ഡ് അല്ലാത്തത് കൊണ്ട്, എൻ്റെ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് സത്യസന്ധമായ റിവ്യൂ പറയാം. കാരണം എൻ്റെ കയ്യിലെ കാശാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ സത്യമാണ് ഈ പറയുന്നത്. അപ്പം ഇനി ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്, ഈ ഒരു പിന്ന് മാത്രമാണ് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 2 പിൻ ആകുമ്പോഴത്തേക്കും ഈ സോക്കറ്റിൽ ഇത് ടൈറ്റായിട്ട് ഇരിക്കത്തില്ല. പിന്നെ ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഈ വെയിറ്റ് വരുന്ന സമയത്ത് ഇത് നമ്മളിങ്ങോട്ട് പുള്ളി ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ലൂസായി ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. ഇത് മാത്രമാണ് എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്. കാരണം ഇത് ഊരി വരുന്നത് നമ്മൾ അറിയത്തുമില്ല. ഇവിടെ നിന്ന് പവർ ഓഫ് ആയിട്ടുണ്ടാവും, നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അപ്പം അത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് നിങ്ങൾ നല്ലതായിരിക്കും. ഇങ്ങനെ വാങ്ങുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സോക്കറ്റിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ പിന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമുക്കിങ്ങനെ എടുക്കാം, ഇങ്ങനെ കോതുന്ന പോലെ ഇങ്ങനെ ആയിക്കൊണ്ടിരുന്നാൽ മതി. പിന്നെ പൊള്ളും, കൈ പൊള്ളും, സ്കിന്ന് പൊള്ളും, തല പൊള്ളും, അങ്ങനെ മുടി കരിഞ്ഞു പോവും, അങ്ങനത്തെ പേടിയൊന്നും വേണ്ട, പൊള്ളത്തില്ല, അത് ഞാൻ ഗ്യാരണ്ടി. അപ്പം ഇതാണ് എനിക്കിഷ്ടപ്പെട്ടു. അഗാരോ ആണ് ബ്രാൻഡ്.
നിങ്ങൾക്ക് ഫിലിപ്സിൻ്റെതും ചെയ്യാം. ഫിലിപ്സിൻ്റെയും അഗാരോടെയും റിവ്യൂ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇത് എൻ്റെ അഗാരോടെ മാത്രം റിവ്യൂ ആണ്. ഞാൻ ഫിലിപ്സിൻ്റെ വാങ്ങാൻ അമ്പനിയുടെ മോളല്ല, അത് നല്ല റേറ്റ് ഉണ്ട്. രണ്ടും കൂടെ വാങ്ങിയിട്ട് കമ്പാരിസൺ വീഡിയോ ചെയ്യാൻ എനിക്ക് ഇപ്പോൾ പറ്റില്ല. അപ്പം ഇതിപ്പോൾ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് ഞാൻ വാങ്ങിയപ്പോൾ ഞാൻ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ റിവ്യൂ പറയുന്നതാണ് കേട്ടോ. എന്തുകൊണ്ടും ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഒരു 2 ടൂൾ കൊണ്ട് നടക്കുന്നതിനെക്കാട്ടും ബെറ്റർ 2 in 1 ഇതിൽ തന്നെ ഡ്രയറായിട്ടും സ്ട്രൈറ്റനറായിട്ടും ഒരേ ടൂളിൽ കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. അപ്പം കുറച്ചും കൂടെ നിങ്ങൾക്ക് ഹെയർ ടൂളൊക്കെ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കിത് പോവാം. അതല്ല ഇനിയും വേറെ റിവ്യൂസൊക്കെ ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മതി. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എൻ്റെ മാത്രം. പിന്നെ ഇതിൻ്റെ ഇനി അടുത്തൊരു ഡൗട്ട് വരുന്നത് എത്ര നേരം ഈ മുടി ഇങ്ങനെ കിടക്കും എന്നുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ മുടി ഓൾറെഡി സ്ട്രെയിറ്റൻ ചെയ്ത മുടിയല്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെ കിടക്കുന്നതെന്ന്. ഓഫ് കോഴ്സ് അങ്ങനെയാണ്, എൻ്റെ സ്ട്രെയിറ്റൻ മുടിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറയുന്നു, ഈ ഒരു പോർഷൻ എൻ്റെ നാച്ചുറൽ ഹെയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ വ്യത്യാസം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇത് എൻ്റെ നാച്ചുറൽ ഹെയർ ആണ്. ഇത്രയും പോർഷൻ താഴോട്ടാണ് എൻ്റെ സ്ട്രെയിറ്റൻ ഹെയർ. ഒരു 2 to 3 hours എന്തായാലും ഈ മുടി ഇങ്ങനെ കിടക്കും. പിന്നെ ഈ ഒരു ബൗൺസി ലുക്ക് എന്തായാലും നെക്സ്റ്റ് വാഷ് വരെയും ഉണ്ടാവും. ഒരു ചെറിയൊരു വളവൊക്കെ ഉണ്ടാവും, അത് നമ്മൾ എത്ര നേരം ഇട്ട് പിടിക്കും എന്ന് പോലെ ഇരിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് വേറൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ കയ്യിൽ നോർമലി ഉള്ളൊരു ഫ്ലാറ്റ് അയണും സ്ട്രെയിറ്റ്നറും ഉണ്ട്, ഇതും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഇത് വെച്ച് പിടിക്കുക. എന്നിട്ട് നിങ്ങൾ മറ്റേ സ്ട്രെയിറ്റ്നറും കൂടെ വെച്ച് ഒന്ന് ജസ്റ്റ് ഓടിച്ചൊന്ന് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്ലീക്ക് ലുക്ക് കിട്ടുകയും ചെയ്യും, കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നല്ലതായിരിക്കും. എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ ഉടനെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ ബൈ, നമസ്കാരം.